to my channel. അപ്പോൾ നമ്മുടെ ഇത് ഇനി ഡിസംബർ ആണ്. ഡിസംബർ എന്നാൽ ക്രിസ്മസ് മാസമാണ്. അപ്പോൾ ക്രിസ്മസ് മാസമായത് കാരണം തന്നെ ഇനി ഞാൻ കുറച്ച് ക്രിസ്മസ് ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് മാർസിപ്പാൻ ചോക്ലേറ്റ്സ് ആണ്. അപ്പൊ മാർസിപ്പാൻ എന്നുള്ളത് മിക്കവരും കേട്ടിട്ടുണ്ടാവില്ല. മാർസിപ്പാൻ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് റെസിപ്പിയാണ്. അത് ഉണ്ടാക്കുന്നത് ആൽമണ്ട്സ് യൂസ് ചെയ്തിട്ടാണ്, നമ്മുടെ ബദാം യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ സിമ്പിൾ റെസിപ്പിയാണ്, ചോക്ലേറ്റ് ആണ്. ഹെൽത്തി എന്നൊന്നും ഫുൾ ആയിട്ട് പറയാൻ പറ്റില്ല, എന്നാലും ബദാം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഹെൽത്തി എന്ന് പറയുകയാണ്. അങ്ങനത്തെ ഒരു റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ നോക്കാം. അതിന് മുൻപായിട്ട് എന്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അതിന്റെ അടുത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഓളൊരു ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഞാൻ ഒട്ടും താമസിക്കാതെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഈ റെസിപ്പിയിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ബദാം തന്നെയാണ്. അപ്പൊ ഞാൻ ആൽമണ്ട്സ് അപ്പൊ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, തൊലി കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ തൊലി കളയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബദാമിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ചു നേരം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അതിന്റെ തൊലി പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പൊളിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ബദാമാണിത്. ഇത് ഏകദേശം ഒരു 150 ml കപ്പിൽ 1 കപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പൊ അതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്തേക്ക് നമ്മുടെ ബദാം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ഗ്രാം അളവിൽ പറയുകയാണെങ്കിൽ 100 ഗ്രാം ബദാമാണ് എടുത്തുള്ളത്. അപ്പൊ നമുക്കിത് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ബദാം റോസ്റ്റ് ചെയ്ത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വെള്ളമായി ഒക്കെ പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ശേഷം നമുക്ക് നന്നായി പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഈ സമയത്ത് നന്നായിട്ട് നമ്മൾ ഡ്രൈ ആക്കി റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 2 മിനിറ്റ് നേരം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നന്നായിട്ട് റെഡിയായി കിട്ടും, നന്നായിട്ട് റോസ്റ്റ് ആക്കി കിട്ടുന്നതായിരിക്കും. അപ്പൊ ഏകദേശം റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഒന്ന് തണുത്തതിന് ശേഷമാണ് നമ്മളത് പൊടിച്ചെടുക്കണേ കേട്ടോ. നമ്മുടെ ബദാം ഇപ്പൊ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് മിക്സിന്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ ഞാനത് ഓൾറെഡി പഞ്ചസാര പൊടിച്ച മിക്സിയാണ്. അപ്പൊ അതിനകത്ത് തന്നെ ഇട്ടിട്ടാട്ടോ ഞാനത് ബദാം പൊടിച്ചെടുക്കുന്നത്. അപ്പൊ ബദാം പൊടിക്കുന്ന സമയത്ത് പൾസ് ബട്ടൺ മാത്രം നെക്കി കൊടുത്താൽ മതി, അല്ലാത്ത സ്പീഡിൽ അടിച്ചെടുക്കുക. അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എണ്ണ അതിനകത്ത് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം പൾസ് ബട്ടൺ മാത്രം നെക്കി പൊടിയായിട്ട് മാത്രം പൊടിച്ചെടുക്കുക. നമ്മുടെ ബദാം ഇപ്പൊ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിയായിട്ടാണ് കിട്ടേണ്ടത്. ഒരു കാരണവശാലും കുഴഞ്ഞു പോകാൻ ഇടയാവത്. അതുകൊണ്ടാണ് ഞാൻ പൾസ് ബട്ടൺ ഉപയോഗിക്കാൻ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. ഐസിങ് ഷുഗർ ഉള്ളവർ അതെടുക്കാം, ഇല്ലെങ്കിൽ പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അത് ഞാനിപ്പോ 1/4 കപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നാരങ്ങാനീര് വേണം. ഞാൻ നാരങ്ങാനീര് ഇവിടെ 1/4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പാൽ 2 ടേബിൾ സ്പൂൺ, 2-3 വരെ ആവാം. പിന്നെ നമുക്ക് വേണ്ടത് പാൽ പൊടിയാണ്. ഉള്ളവർ ഇത് ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. പിന്നെ വാനില എസൻസ് വേണം, അതും ഒരു 2-3 തുള്ളി ചേർത്താൽ മതി. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. നമുക്കിത് നന്നായിട്ട് കുഴച്ചൊരു ഡൗ ആക്കി മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ഒന്നായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ബൗൾ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിന്റെ അകത്തേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കണം. അരിച്ചെടുത്ത പഞ്ചസാര ആയിരിക്കണം കേട്ടോ ചേർക്കേണ്ടത്. കട്ടകളൊന്നും ഉണ്ടാവരുത്. ഞാനിത് ഓൾറെഡി അരിച്ചു വെച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പൊ പഞ്ചസാരയുടെ അളവ് ഇപ്പൊ ഞാൻ 1/4 എടുത്തിരിക്കുന്നത്. 1 വരെ ആവാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്. അപ്പൊ കുറച്ചായിട്ട് ഇട്ട് നോക്കി നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരം മതിയോ എന്ന്. കുറച്ച് പഞ്ചസാര കൂടുതൽ, നമ്മുടെ ചോക്ലേറ്റ് അല്ല, അപ്പൊ കുറച്ച് പഞ്ചസാര കൂടുതലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അതിനകത്തേക്ക് പാൽപ്പൊടി ഇടാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് എടുത്തത്. അത് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. തണുത്ത പാലല്ല, റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് മതി. ഇനി നമുക്ക് അതിനകത്തേക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ വാനില എസൻസും 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. അപ്പോൾ വാനില എസൻസിന് പകരം നിങ്ങളുടെ കയ്യിൽ ബദാമിന്റെ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഏതൊരു എസൻസ് ആയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതും കൂടെ നമുക്ക് ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് വേറെ വെള്ളത്തിന്റെ ഒന്നും ആവശ്യം വരില്ല. നമ്മൾ കുഴക്കുന്നതിനനുസരിച്ച് ബദാമിന്റെ അകത്തുള്ള ഓയിലെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കുഴക്കാൻ നന്നായിട്ട് പറ്റും. നന്നായിട്ട് നമുക്ക് ഞെരടി കുഴച്ചെടുക്കാം. നമ്മുടെ ബദാമിന്റെ ഡൗ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിരിക്കുന്നത്. നമ്മള് പഞ്ചസാര മുഴുവൻ ചേർക്കുകയും ചെയ്തു. 1/4 കപ്പ്. നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ചെയ്യേണ്ടത് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു നനഞ്ഞ തുണിയിൽ നന്നായിട്ട് ഈ ഡൗ ഒന്ന് പൊതിഞ്ഞെടുക്കുക. അതിനുശേഷം 30 മിനിറ്റ് നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമ്മളിത് ബോൾസ് ആക്കി എടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ബോൾസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പൊ ഞാനിത് 30 മിനിറ്റിന് ശേഷം ഇത് നിങ്ങൾ കാണിച്ചു തരാം. 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്നിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. അപ്പൊ ഞാനിതിവിടെ ചെറുതായിട്ടാണ് ഉരുട്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ വലുതാക്കിയോ ചെറുതാക്കിയോ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ ചെറുത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കുഞ്ഞാക്കി തന്നെ ഉണ്ടാക്കുന്നത്.
ഇതുപോലത്തെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി വെക്കാം. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബോൾസും റെഡിയാക്കി എടുത്ത് വെക്കണം. ഇതിനുശേഷം നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കണം. അപ്പൊ ആദ്യം എല്ലാ ബോൾസും ഇതുപോലെ ഉരുട്ടി നമുക്ക് വെച്ചിട്ട് ഇതിന്റെ പുറത്തേക്ക് നമുക്ക് നേരത്തെ ഡാം ക്ലോത്ത് നനഞ്ഞ തുണി ഇതിന്റെ പുറത്തേക്ക് തന്നെ ഇട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടാണ് ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കുക. അപ്പൊ ഇതെല്ലാം ഞാൻ ബോൾസ് ആക്കി വെക്കട്ടെ ആദ്യം. ഇനി നമ്മുടെ മാർസിപ്പാൻ ചോക്ലേറ്റ്സിന് വേണ്ടിയിട്ടുള്ള കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉരുക്കിയെടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ മിൽക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറി മിൽക്ക് ആയാലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഒക്കെ ഇഷ്ടംമാതിരി ഇപ്പൊ കടയിൽ കിട്ടാനുണ്ട്. അപ്പൊ ഞാനിപ്പോ 1 കപ്പാണ് എടുത്തിരിക്കുന്നത് ഗ്രേറ്റ് ചെയ്തിട്ട്. ഇനി നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നന്നായിട്ട് നമുക്ക് ഉരുക്കിയെടുക്കണം. ഇനി ഇപ്പൊ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് മൈക്രോവേവ് ഉള്ളവർക്ക് മൈക്രോവേവിൽ കുറച്ച് നേരം വെക്കുമ്പോൾ നന്നായിട്ട് ഉരുക്കി കിട്ടും. അങ്ങനെ നമുക്ക് ഉരുക്കിയെടുക്കാം കേട്ടോ. ചോക്ലേറ്റ് നന്നായിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഈ തണുത്തതിന് ശേഷം വേണം നമ്മുടെ മാർസിപ്പാൻ നമുക്ക് ഇതിനകത്ത് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് എടുത്തിട്ട് ഈ ചോക്ലേറ്റിൽ നമുക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. നന്നായി മുക്കിയെടുത്തതിന് ശേഷം അതിനകത്ത് എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് തട്ടി കളഞ്ഞിട്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ ചോക്ലേറ്റിൽ മുക്കിയെടുത്തിട്ട് മാറ്റി വെക്കാനേ. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഡാർക്ക് ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ സെറ്റ് ആവുകയും ചെയ്യും. അധികം നേരമൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ റെസിപ്പിയാണ് ഈ മാർസിപ്പാൻ ചോക്ലേറ്റ്സ്. അപ്പൊ എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. കുട്ടികൾക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കായാലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ചോക്ലേറ്റ് റെസിപ്പിയാണ് ഇത്. ഇങ്ങനെ ചോക്ലേറ്റിൽ മുക്കിയെടുത്ത് നമ്മുടെ മാർസിപ്പാൻ ബോൾസ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ സെറ്റ് ആയി കിട്ടും കേട്ടോ. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാർസിപ്പാൻ ചോക്ലേറ്റ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈസി റെസിപ്പി ആട്ടോ. അപ്പൊ ഈ ക്രിസ്മസിന് എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പൊ അടുത്ത ദിവസം ഞാൻ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.